രണ്ടുപേരും വിവാഹത്തിന് ഒരുങ്ങുന്നവരാണ്. ഒരാള് മുറിയിൽ വന്നിങ്ങനെ വിശേഷങ്ങൾ സംസാരിച്ചു തുടങ്ങാണ്. കല്യാണത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്വരുക്കൂട്ടുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം കേൾപ്പിക്കാൻ വന്നതാണ്. ചോദിച്ചിട്ട് വലിയ പിടുത്തമൊന്നും ഉണ്ടായില്ല. പക്ഷെങ്കിലും ആ കുഞ്ഞിങ്ങനെ കടന്നുപോയി. കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ചും വിവാഹ ജീവിതത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രണ്ടാമതൊരു ഒരു മകള് കയറി വന്നു. അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവളും നമസ്കാരം കേൾപ്പിക്കാൻ വന്നതാണ്. അവളിങ്ങനെ ആത്മീയമായിട്ട് ഒരുങ്ങിയ കുറെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയാണ്. വിവാഹത്തിന് വേണ്ടിയിട്ട് തന്റെ വരനെ കുറിച്ചുള്ള സങ്കല്പങ്ങളും അതിനുവേണ്ടി അവൾ നടത്തിയ പ്രാർത്ഥനകളും ഇനി വിവാഹത്തിന്റെ ദിവസം പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചും അവർക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളെ കുറിച്ചും അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, ദൈവം എനിക്ക് അങ്ങനത്തെ അവസരം തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിങ്ങനെ സന്തോഷത്തോടെ പറയാണ്. ശരിക്കും ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ച് അവസാനിപ്പിച്ചപ്പോൾ ഈ രണ്ട് ചിത്രം മനസ്സിലൂടെ കടന്നു പോവാണ്. ഈശോ പറയാണ്, സ്വർഗത്തിലുള്ളവൻ സ്വർഗീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു, ഉന്നതത്തിൽ നിന്നുള്ളവൻ. ഇനി ഭൂമിയിലുള്ളവനാവട്ടെ ഭൗമിക കാര്യങ്ങളെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. നമ്മള് എത്തരം മനുഷ്യരാണെന്ന് ചിന്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ ചിന്തകൾ ഏറ്റവും കൂടുതൽ എന്തിനെ കുറിച്ചാണെന്നുള്ളതാണ്. എന്നെക്കുറിച്ച് മാത്രം ഒതുങ്ങുന്നിടത്ത് ഞാൻ സാധാരണ ഒരു മനുഷ്യനായി മാറാണ്. അത് അപരനിലേക്കും മറ്റൊരു ജീവിതത്തിന്റെ നന്മകളിലേക്ക് കുറിച്ച് ചിന്തിക്കുകയും ഇനി ഞാൻ എത്തിച്ചേരേണ്ട ഭൂമികയായ സ്വർഗത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നിടത്ത് ഞാൻ കുറച്ചുകൂടി ഉയർന്ന മനുഷ്യനായി മാറുന്നുണ്ട്. അങ്ങനെ ഉയർന്ന മനുഷ്യരായി മാറാൻ ഈ ഒരു ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.